പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RX Bill ബോസ്റ്റൺ നഴ്സറിയിലാണ്. ഇത് 1927 മുതലുള്ള ഒരു നഴ്സറിയാണ്, ഫാമിലി റൺ നഴ്സറിയാണ്. കുറച്ച് ചെടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഓക്കെ, നമുക്ക് കാണാം. നമുക്കകത്ത് കാണാം. നമ്മൾ ആപ്പിൾ ട്രീ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഒരു ആപ്പിൾ ട്രീ, അതിനകത്ത് കായൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടൈമാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ചെറിയ പ്ലാന്റിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം സൈസ് വലുതാവുന്ന ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് സെയിലിനുള്ളതല്ല, ഇത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഇവർ തന്നെ വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു അട്രാക്ഷന് വേണ്ടി ഒരു പ്ലം ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കും. പ്ലം എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലുള്ള സോയിലാണ്, ഇത് ആസിഡിക് ആൽക്കലി എന്താണ്. ഇത് നമ്മുടെ ബാക്കിൽ കാണാറുണ്ടല്ലോ, ചെറി ബ്ലോസത്തിൻ്റെ അതിൻ്റെ ഒരു ട്രീ ആണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൂണസ് സെറുലേറ്റ അങ്ങനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇത് ഫ്ലവറിങ് ചെറിയാണ്. നല്ല ഇതേപോലത്തെ ഫ്ലവർ ഇതിനകത്ത് പിടിക്കും. നമ്മുടെ ബാക്ക് യാർഡിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ കോസ്റ്റ് അറൗണ്ട് £42.50 ആണ് ചാർജ് ചെയ്യുന്നത്. വീണ്ടും ഒരു ആപ്പിൾ ട്രീ, പിന്നെയും മല്ലി. ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇവിടെ വെച്ച് നോക്കുമ്പോൾ കുറേ ടൈപ്പിലുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും ലാവൻഡർ, ഡാലിയയുടെ എല്ലാം മിക്സ്ഡ് സ്ട്രോങ് ഇവിടെ നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ, മൾട്ടി കളേഴ്സ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ബാക്കിലെ ഗാർഡനിൽ കുറച്ച് പൂ നടാൻ വേണ്ടിയുള്ളതാണ്. അതിന് വേണ്ടിയുള്ള ചെടി തപ്പി ഇറങ്ങിയതാണ്. എന്തായാലും നോക്കാം. ഗാന്ധിയുടെ പോലത്തെയാണ്, പക്ഷേ മിക്സ്ഡ് ആണ്. യെല്ലോ, റെഡ് അങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. സോ നമ്മളെപ്പോഴും പറയത്തില്ലേ കമ്പോസ്റ്റ് മണ്ണെന്നൊക്കെ പറയുന്നത്, ഇതേപോലെയാണ്. ഇത് ബീഫ് മൾട്ടിപ്പർപ്പസ് സോയിൽ, അങ്ങനെ ഓരോ ഇതുണ്ട്. ഓരോന്നിൻ്റെ പ്രൈസ് കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം ലിറ്ററിലാണ് കൗണ്ട് ചെയ്തെടുക്കുന്നത്. 25 ലിറ്റർ, 40 ലിറ്റർ, 50 ലിറ്റർ. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറാണ്. ഇത് 3.75 ആണ്. ഒരു ട്രെയിൽ ഓൾമോസ്റ്റ് 6 ചെടികൾ വരുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 എണ്ണം കിട്ടും. ഓൾമോസ്റ്റ് ബോർഡർ ലൈനിൽ വെക്കാൻ പറ്റിയ സാധനമാണ്. ബീസിനെ അട്രാക്ട് ചെയ്യുന്നതും കൂടിയാണിത്. സോ നമുക്ക് കാണാം ബീസ് വന്നിരുന്ന് തേൻ കുടിക്കുന്നത്. ഇത് ക്ലൈംബേഴ്സ് പ്ലാന്റ് ആണ്, നമ്മുടെ വള്ളി പോലെ പിടിച്ചു പൊങ്ങി വരുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ കാണാനുള്ളൂ. ഏതൊക്കെ മോഡലാണെന്ന് പറയുന്നില്ല, കൂടുതലും ഫ്ലവേഴ്സ് വരുന്ന മോഡൽ. വലുതായിട്ടുള്ള ഒരു ഗാർഡനാണ് ഇവിടെ. ഓരോ സെക്ടറിലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്ലാന്റേഷൻ എല്ലാം. കൂടുതലും ഇതേപോലുള്ള ഫോട്ടോസിന്തസിസ് നടക്കുന്ന റൂമിലെല്ലാം അവർ പറയുന്ന ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുമെന്നാണ്. ബാക്കി ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം വരെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഓരോ സെക്ഷനിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് ഷ്രബഡ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചെടികളെല്ലാം കൂടി ആയിട്ടുള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്താണ് നമ്മുടെ മല്ലൂസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആപ്പിൾ ട്രീ ഉള്ളത്. മലൂസ് ആപ്പിൾ ട്രീ, മലൂസ് അല്ല മലൂസാണ്. ഇതിന് ഏകദേശം £22 ആണ് ചാർജ് ചെയ്യുന്നത്. ആപ്പിൾ ട്രീ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ അവസാനം എടുത്തേക്കുന്നു. ഇത് മാലൂസിൻ്റെ തന്നെ ഡൊമസ്റ്റിക് ഗാല എന്നറിയപ്പെടുന്നതാണ്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് സ്വീറ്റ്, ഒത്തിരി ഇൻവേഴ്സീവ് ആകത്തില്ല ഫ്രൂട്ട്, ഒരു മീഡിയം സൈസ് ആയിരിക്കും. ഇതിൻ്റെ തന്നെ വലുതാവുന്നുണ്ട്, പക്ഷേ അതിന് ടേസ്റ്റ് കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഗാർഡനോട് ചോദിച്ച് തന്നെ അവരിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്നതിന് ഡീപോട്ട് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലോട്ട് തന്നെ നമുക്ക് വെക്കാം. പക്ഷേ നല്ലൊരു കുഴി എടുത്തതിന് ശേഷം ഒരു മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ് ഇട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗം വരെ മൂടി നിൽക്കത്തക്ക രീതിയിൽ ഇട്ടാൽ മതി. ഈ വർഷം എന്തായാലും ഫ്രൂട്ട് ഇതിൽ പിടിക്കത്തില്ല. അടുത്ത കൊല്ലം എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നല്ല ചാർജ്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. വില കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ചില ഓഫേഴ്സ് വെച്ചിട്ടുണ്ട്.
എന്നിരുന്നാലും നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും നമ്മൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നമ്മുടെ അവിടെ പോയി ഗാർഡനിങ് ചെയ്യണം. അതൊക്കെ തന്നെയാണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.